ശബരിമല പ്രക്ഷോഭ സംഭവത്തിൽ എ പത്മകുമാറിനെ കുറിച്ച് നിർണായക വെളിപ്പെടുത്തലുമായി രാഹുൽ ഈശ്വർ രംഗത്തെത്തി. തന്നെയും മുത്തശ്ശിയെയും അമ്മയെയും ശബരിമലയിൽ പ്രക്ഷോഭത്തിലെത്താൻ സഹായിച്ചത് പത്മകുമാറാണ് എന്ന് രാഹുൽ ഈശ്വർ ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞു, പ്രക്ഷോഭത്തെ സഹായിക്കാൻ 1 മാസത്തെ ശമ്പളം തരാമെന്ന് പത്മകുമാർ പറഞ്ഞെന്നും രാഹുൽ ന്യൂസ് മലയാളത്തോട് ഇന്ന് പറഞ്ഞു. ശബരിമല പ്രക്ഷോഭത്തെ സഹായിക്കാനായി അദ്ദേഹത്തിന്റെ 1 മാസം ശമ്പളം തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട സാർ, നമ്മൾ ഫൈറ്റ് ചെയ്തോളാം, സാറിന്റെ പ്രാർത്ഥന മതി. ഞാനും അമ്മയും മുത്തശ്ശിയും കൂടെ ശബരിമല എത്തിയപ്പോൾ പോലീസുകാർ തടയുകയും അവിടെ വിശ്വാസികളും പോലീസുകാരുമായി ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. അവസാനം പത്മകുമാർ സാറിനെ വിളിച്ചു, ഞങ്ങൾക്ക് മേലിൽ കയറണമെന്ന് പറഞ്ഞു. പത്മകുമാർ സാർ പോലീസുകാരോടൊപ്പം പറഞ്ഞാണ് ഞങ്ങളെ അവിടെ കയറ്റിയത്. മറ്റു കാര്യങ്ങൾ ഇങ്ങനെയാണ്. ചുരുളഴിക്കാൻ SIT കഠിന ശ്രമം നടത്തുകയാണ് എന്നാണ് അറിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും അടക്കമുള്ളവരുടെ ബാങ്ക് രേഖകൾ കൂടെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നാണ് സൂചന. ചെന്നൈയിലെത്തിച്ച് സ്വർണം വേർതിരിച്ചു എന്ന പ്രതികളുടെ മൊഴിയിൽ SITക്ക് സംശയമുണ്ട് എന്ന വിവരം പുറത്തുവരുന്നു. 2019 ശേഷം പ്രതികളുടെ സാമ്പത്തിക നിലയിൽ വന്ന മാറ്റവും അന്വേഷണ പരിധിയിലുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ എ പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട്ടിൽ SIT സംഘത്തിൻ്റെ റെയ്ഡ് നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് മൂവാറ്റുപുഴ സ്വദേശി അജികുമാറിൻ്റെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തേക്കുമെന്ന സൂചന അന്തരീക്ഷത്തിലാകെയുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാറിൻ്റെ മൊഴിയിൽ പരാമർശമുണ്ട് എന്ന വിവരം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സസൂക്ഷ്മം നിരീക്ഷിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാറിൻ്റെ മൊഴിയിൽ പരാമർശമുണ്ട് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. എ പത്മകുമാറിനെ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും എന്ന വാർത്തയും അന്തരീക്ഷത്തിലുണ്ട്. CPIM ജില്ലാ നേതൃത്വം നടപടിയെടുക്കുക സംസ്ഥാന കമ്മിറ്റിയുടെ അനുവാദത്തോടെയായിരിക്കും. പത്മകുമാറിനെ ഒഴിവാക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ദോഷം ചെയ്യില്ല എന്നൊരു വാദമാണ് അതിനായിട്ട് വരുന്നത്. പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്നും തിടുക്കപ്പെട്ട് നടപടി വേണ്ട എന്നുമാണ് ഒരു വിഭാഗത്തിൻ്റെ നിലപാട്. രാഷ്ട്രീയമായിട്ട് ചില സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുമുണ്ട്. ഇത് ഏത് നിലക്കാണ് ഹർഷം കാണുന്നത്? പ്രധാനമായും ഇത് രാഷ്ട്രീയമായും അത് വലിയ കുഴപ്പം തന്നെയാണ്. സ്വാഭാവികമായും 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ UDFനും BJPക്കും വലിയൊരു പ്രചാരണായുധം തന്നെയാണിത്. അത് മാത്രമല്ല, ഇപ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന എല്ലാ ആളുകളും തീർച്ചയായും അതിൻ്റെ എല്ലാ സാധ്യതയുമാണ് തേടുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ, ഇപ്പോൾ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഉന്നതരിലേക്കും എത്തിക്കഴിഞ്ഞു. രാഷ്ട്രീയ നിയമനങ്ങളാണ് ഈ 2ഉം. അവരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും അവരെ നിയമിച്ചവർക്കുള്ള ഉത്തരവാദിത്വം കൂടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. മാധ്യമങ്ങളൊക്കെയാണ് അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ചർച്ച ചെയ്യാം. സ്വാഭാവികമായും ഇത്തരം ചർച്ചകളൊക്കെയാണ് ഉയരുക. പ്രത്യേകിച്ച് ശബരിമല പോലെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിശ്വാസികളുടെ ഒരു സങ്കേതത്തിലേക്ക് അവിടെ ഇങ്ങനെ ഒരു വലിയ മോഷണം നടക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ച ചെയ്യാം. പക്ഷേ ഇതിലെനിക്ക് കൗതുകകരമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ഇതിൻ്റെ ട്രയലിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ എവിടെയെങ്കിലുമൊക്കെ നടക്കേണ്ടതുണ്ട്. അപ്പം ഞാനിപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിലങ്ങണിയിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. വാസുവിനെ അങ്ങനെ ഇന്നലെ ഒരു വിഷ്വൽ ഞാൻ കണ്ടു എവിടെയോ മാധ്യമങ്ങളിൽ. അതിനെക്കുറിച്ചൊരു മാധ്യമം ഇങ്ങനെ ആ വിലങ്ങണിയിച്ച് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് തന്നെ ഒരു ചർച്ച നടത്തുന്നത് കണ്ടു. അപ്പോൾ അത്രയും ഗൗരവത്തിൽ തന്നെയാണ് ഈ അന്വേഷണ സംഘം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എത്ര അളവ് സ്വർണ്ണമാണ് അവിടെ നിന്ന് കാണാതെ പോയത്, അതിൽ എത്ര പേരാണ് ഈ കൊണ്ടുപോയ സ്വർണത്തിൻ്റെ അളവ് ആരൊക്കെ പങ്കിട്ടാണ് എടുത്തത്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക്, അതായത് ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് മോഷണത്തിൽ പങ്കുണ്ടോ അതോ പോറ്റി മാത്രമാണോ മോഷണത്തിൽ പങ്കാളി, മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ്, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ഉയരുമല്ലോ. ഇപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? റിമാൻഡ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഇദ്ദേഹത്തെ ഉണ്ടല്ലോ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്, ഈ വിഷയം ചർച്ച ചെയ്യാൻ ഉള്ള യോഗത്തിൻ്റെ അജണ്ടയുടെ നോട്ടീസിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി എന്ന് എഴുതി. അതായത് ചെമ്പുപാളി എന്ന് എഴുതുന്നതിന് പകരം ചെമ്പുപാളി എന്ന് എഴുതി. അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി എന്നല്ല, ചെമ്പുപാളി എന്ന് എഴുതി എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. അപ്പോൾ അതാണ് ഇവർ റിമാൻഡ് റിപ്പോർട്ടിൽ അത് കൊടുക്കുമ്പോൾ അതാണ് കണ്ടെത്തുന്നത്. മിനിറ്റ്സിലെ വിവരങ്ങൾ കൂടുതൽ വ്യക്തതയോടെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. മിനിറ്റ്സിൽ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഇത് അവിടെ ശബരിമല സന്നിധാനത്തിൻ്റെ പരിസരത്ത് വെച്ച് ഈ പണി ചെയ്യാതെ അവിടെ നിന്നത് ബാംഗ്ലൂരിലേക്കും പിന്നീട് ചെന്നൈയിലേക്കും കൊണ്ടുപോയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള വ്യക്തതയിലേക്കാണ് ഇനിയും
പോകേണ്ടത്. അതൊക്കെ തന്നെയാണ് എനിക്കറിയാൻ താല്പര്യം. അതൊക്കെ തന്നെയാണ്. ആരൊക്കെയാണ്, എത്ര അളവ് സ്വർണം കൊണ്ടുപോയി, ആരൊക്കെയാണ് അതിൽ പങ്കാളികൾ, ഭരണപരമായ പാളിച്ച ആർക്കെല്ലാം, മോഷണം നടത്തിയത് ആരെല്ലാം, ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വരണം. കാരണം പക്ഷേ ആ വ്യക്തതയിലേക്ക് അതിലേക്കൊന്നുമല്ല സത്യത്തിൽ ചർച്ചകളുടെ പോക്ക്. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അതിലേക്കൊന്നും ആയിരിക്കില്ല ചർച്ചകൾ പോവുക. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഉത്തരവാദിത്വത്തിലേക്കും അതിലാരൊക്കെയാണ് ഇനിയിപ്പോൾ രാജിവെക്കേണ്ടത് എന്നതിലേക്കും, അതല്ലെങ്കിൽ മുൻ മന്ത്രിമാരിലേക്ക് എത്തുമോ, മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുമോ എന്നതിലേക്കൊക്കെ ചർച്ച പോകുന്നത്. നമുക്കറിയാമല്ലോ, അടിസ്ഥാനപരമായ ഒരു സംഗതി എന്താണ്, ദേവസ്വം ബോർഡിൻ്റെ ഭരണപരമായ കാര്യങ്ങളിലോ ഇത്തരം നയപരമായ കാര്യങ്ങളിലോ ഒന്നും നേരിട്ട് സർക്കാർ ഇടപെടുന്ന ഒരു സംവിധാനമല്ല അത് സ്വതന്ത്ര ബോഡിയാണത്. പക്ഷേ ഈ സമയത്തെ ചർച്ചയിൽ സ്വാഭാവികമായും അതിനപ്പുറത്തുള്ള രാഷ്ട്രീയക്കാർക്ക് കൂടിയുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചർച്ച വരും. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് കൊടുക്കാതിരിക്കാത്ത വൃത്തിയില്ല. സ്വാഭാവികമായിട്ട് അവരുടെ ആരോപണങ്ങൾ എന്താണ്, മന്ത്രിക്ക് പങ്കുണ്ട്, മുഖ്യമന്ത്രിക്ക് പോലും പങ്കുണ്ട് എന്ന മട്ടിലേക്കുള്ള ആരോപണങ്ങളാണ് വരിക. അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. യഥാർത്ഥ വിഷയത്തിലേക്ക്, യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഒന്നും ഈ ചർച്ച പോകുന്നില്ല. ഇതിനകത്തിപ്പോൾ ഈ മെർക്കുറി ക്ലാഡിംഗ് ആയി ബന്ധപ്പെട്ടുള്ള ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ അതുകൂടി പറയണമല്ലോ. അത് സന്നിധാനത്ത് വെച്ച് എന്തുകൊണ്ട് ഇത് നടത്തിയില്ല എന്ന് പറയുമ്പോൾ, മെർക്കുറി ക്ലാഡിംഗ് നടത്തരുത് എന്നുള്ള കേന്ദ്ര നിർദ്ദേശം നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ചിലർ അത്തരത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതവിടുത്തെ ഈ പറയുന്നത് പോലെ പരിസ്ഥിതിക്കും മനുഷ്യർക്കും ശബരിമല പോലെയൊരു സ്ഥലമാണ്, മൃഗങ്ങൾക്കും ഒക്കെ ദോഷം വരും എന്നതുകൊണ്ട് അവിടെ നിന്ന് മാറ്റിയതാകാം എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും വസ്തുത നമുക്കറിയില്ല. ഇതൊക്കെ ഇനി വഴിയേ അറിയേണ്ടതാണ്. പിന്നെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിൽ പോറ്റി പോയിട്ടുണ്ട് എന്നൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ചർച്ച വരുന്നു. പത്മകുമാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിൽ ഉണ്ടെന്നല്ല കേട്ടോ, കടകംപള്ളി സുരേന്ദ്രൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട്. പോറ്റി പത്മകുമാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ള ചർച്ച വരുന്നു. ഇത് വീട്ടിൽ പോയി എന്നത് ആരോപണത്തിന് അടിസ്ഥാനമാക്കാവുന്ന ഒരു സംഗതിയല്ല. അത് ട്രയലിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം ഈ മട്ടിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ന്യായമായ സംശയമുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെവിടെയെങ്കിലും യുക്തിസഹമായ ഒരു ചിന്ത വേണമല്ലോ എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ്. എവിടെയെങ്കിലും അടയാളപ്പെടുത്തി പോകണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. കാരണം ഇത് ട്രയലിലേക്ക് എത്തുമ്പോൾ ഈ മട്ടിലൊന്നും ആയിരിക്കില്ല കാര്യങ്ങളുടെ പോക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അത് എനിക്ക് പക്ഷേ ഇതിനകത്ത് ഒരു രാഷ്ട്രീയമായിട്ട് അന്വേഷണം ആ വഴിക്ക് പോകട്ടെ, അത് ഈ പറഞ്ഞ പോലെ വന്ന് കൺക്ലൂഡ് ആവട്ടെ. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന് മേൽ ഒരു റിയൽ ഇഷ്യൂ പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ അതിനകത്തുള്ളൊരു തോട്ട്. അതായിരിക്കും, അതായത് ഒരു സംശയവും വേണ്ട. അതായത് ഇതുവരെ ഈ ചുമ്മാ പിണറായി വിജയൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലാതെ ഗൗരവത്തിൽ നമുക്കിത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യമാണല്ലോ എന്ന് പറയാവുന്ന ഒരു ഇഷ്യൂവും ഇവർക്ക് ഉന്നയിക്കാൻ പറ്റിയിരുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ PM ശ്രീ പോലുള്ള ഇഷ്യൂ ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തൊട്ട് മുമ്പ് വന്നപ്പോൾ അതിൻ്റെ കാര്യം തിരിച്ചറിയുകയും അപ്പം തന്നെ തിരുത്തുക, രാഷ്ട്രീയമായിട്ട് തിരുത്തുക എന്ന നിലപാടിലേക്ക് CPM-ഉം സർക്കാരും പോയി. ഇവർ ഈ CPM സർക്കാർ പിണറായി വിജയനൊക്കെ വലിയ കടുംപിടുത്തക്കാരനാണെന്ന് പറയുമ്പോൾ CPI അവിടെ നിന്നൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ ഗൗരവമുള്ളതാണല്ലോ എന്ന് കാണുമ്പോൾ അപ്പം തന്നെ തിരിഞ്ഞു നിന്ന് യാതൊരു ഈഗോ ഇല്ലാതെ തിരുത്തുന്ന സർക്കാരിനെയാണ് ഇവർ കാണിച്ചു കൊടുക്കുന്നത് ഈ സർക്കാർ. അപ്പോൾ ഒരു റിയൽ ഇഷ്യൂ ഒരു 2 ഇലക്ഷൻ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സുപ്രധാന കാലത്ത് കിട്ടിയിരിക്കുന്നു എന്നതാണ് ഇതിനകത്തുള്ള എൻ്റെ ടേക്ക്. അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റിയൽ ഇഷ്യൂ ആകുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിൻ്റെ അളവ് എത്രയോ ആയിക്കോട്ടെ, അതിന് സ്വർണം പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ അറസ്റ്റ് നടത്തുന്നത് ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ തന്നെ നിയോഗിച്ച ഒരു അന്വേഷണ സംഘമാണ്. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് അതിൻ്റെ ഗൗരവാവസ്ഥയെ കൂട്ടുന്നു. അറസ്റ്റിലായിരിക്കുന്നത് ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നത് അതിൻ്റെ ഗൗരവത്തെ വീണ്ടും കൂട്ടുന്നു. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലായിട്ടുണ്ട് എന്നത് അതിൻ്റെ ഗൗരവത്തെ വല്ലാതെ കൂട്ടുന്നു. പത്തനംതിട്ടയിലെ 10-32 കൊല്ലക്കാലമായിട്ട് സെക്രട്ടേറിയറ്റ് അംഗം തന്നെയായിരുന്നു ഒരു ഗൗരവമുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ആളാണ് വന്നിരിക്കുന്നത് എന്നതിൻ്റെ ഗൗരവം നിശ്ചയമായിട്ടും കൂട്ടുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഒരു റിയൽ ഇഷ്യൂ CPM-നെതിരെ വന്നിരിക്കുന്നു എന്ന ഗൗരവം തന്നെയാണുള്ളത്. പക്ഷേ ഈ റിയൽ ഇഷ്യൂ ഇവിടം കൊണ്ട് നിൽക്കുകയാണെങ്കിൽ, ഞാനത് ഇന്നലെയും പറഞ്ഞു, ഇവിടം കൊണ്ട് നിൽക്കുകയാണെങ്കിൽ പത്മകുമാർ വരെ എത്തുന്നുള്ളൂ എങ്കിൽ ഇതിനെ തടയാനൊക്കെ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിൽ CPM-നെ മാരകമായിട്ട് ബാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പത്മകുമാർ നേരത്തെ തന്നെ CPM-നോടൊരു ഒരന്തരിഞ്ഞ നിലപാട് എന്ന് പറയും, നമ്മുടെ നാട്ടിൽ ഒരന്തരിഞ്ഞ നിലപാട് എടുത്ത ആളാണ് ഈ പത്മകുമാർ. ഒരല്പം കുത്തി അകറ്റാൻ, ഞങ്ങളുടെ ഒരല്പം വിയോജിപ്പുണ്ട് അവിടെ എന്ന് സ്ഥാപിക്കാൻ, ചെറിയ മട്ടിലെങ്കിലും സൂചനകൾ നൽകാൻ MP ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ തൊട്ട് V ശിവൻകുട്ടിയും ഇന്നാണെങ്കിൽ P ജയരാജനെ പോലുള്ള നേതാക്കളുമൊക്കെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. ഈ പത്മകുമാർ നേരത്തെ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട്, അതായത് സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ശബരിമല സമയത്ത് CPM-ൻ്റേതല്ലാത്തൊരു നിലപാട് സ്വീകരിച്ചിട്ട് അദ്ദേഹം തന്നെയും വെളിവായിട്ടുണ്ട് എന്നതുകൊണ്ട്
ആ നിലക്കുള്ളൊരു സുരക്ഷയും CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാകെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇതങ്ങനെ ആയിരിക്കില്ല. പക്ഷേ അപ്പോഴും CPM മേൽ ഒരു രാഷ്ട്രീയ വിഷയം, റിയൽ രാഷ്ട്രീയ ഇഷ്യൂ പ്രതിപക്ഷ കക്ഷികൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന പ്രാധാന്യമാണ് ഇതിനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദിവസേന വെളിവാകുന്ന പുത്തൻ വിവരങ്ങളുടെ അന്താളിപ്പിലാണ് നമ്മളെല്ലാം. ലക്ഷക്കണക്കിന് ഭക്തർ വന്നു പോകുന്ന ഒരു തീർത്ഥാടക കേന്ദ്രത്തിൻ്റെ കട്ടിളപ്പാളി വരെ അഴിച്ചുകൊണ്ടുപോയി സ്വർണം അരിച്ച് ഉരുട്ടിവിറ്റുണ്ടുന്ന കള്ളന്മാരുണ്ടാകുമെന്ന് കുറച്ചുനാൾ മുമ്പ് ആരെങ്കിലും കരുതിയതാണോ? ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിൻ്റെ അറിവോടെയാണ് കൊള്ള നടന്നത് എന്ന് SITയുടെ നിഗമനം. ഇനിയും ഉന്നതരിലേക്ക് നീളുന്ന മൊഴികൾ ചിലത് പത്മകുമാർ നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. അത് നേരോ എന്ന് വരും ദിവസങ്ങളിൽ കലങ്ങി തെളിയട്ടെ. ചിലപ്പോൾ അറബിക്കഥകളിലെ കുടം തുറക്കും പോലെ അഴിമതിയുടെ ദുർഭൂതങ്ങൾ ഇനിയും പുറത്തു വന്നേക്കാം. എത്ര ഉന്നതരായാലും അയ്യപ്പന് ഭക്തർ നൽകിയ കാണിക്ക സ്വർണം കവർന്നവർ അഴിക്കുള്ളിലാകട്ടെ. ഉപ്പ് തിന്ന സകലരും വെള്ളം കുടിക്കട്ടെ. അടുത്ത വിഷയത്തിലേക്ക്.